ആദ്യം റഷീദ് കൊയിലാണ്ടിയിൽ നിന്നും. റഷീദ്, ഇപ്പോൾ കൊയിലാണ്ടിയിൽ എത്രമാത്രം ചൂട് അനുഭവപ്പെടുന്നുണ്ട്? വിഷുവൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയോ? കനത്ത ചൂടാണ്, സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് ചൂടുള്ളത്. കാരണം 40 ഡിഗ്രി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഏതാണ്ട് അരനൂറ്റാണ്ട് പ്രവാസിയാണ്. അവിടെ 50ഉം 52ഉം ഡിഗ്രി ചൂടിലാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷെ അവിടത്തേക്കാൾ ചൂട് ഈ 40 ഡിഗ്രി ഉണ്ടാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ചൂട് ഞങ്ങൾക്ക് അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഇപ്പോഴൊക്കെ നാട്ടിലെല്ലാ വീടുകളിലെ എ സി ഒന്ന്, ഞങ്ങളെല്ലാം പോകുന്ന കാലത്ത് അപൂർവം റൂമുകളിൽ മാത്രമേ ഉണ്ടായിരുന്നു എ സി ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ സൂര്യാഘാതം ഏൽക്കാൻ ഏറെ സാധ്യതയുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം. കാരണം കുട്ടികളെ പുറത്തിറക്കുന്ന കാര്യത്തിലും കുട്ടികൾ ഈ കൊടും വെയിലത്ത് പുറത്തിറക്കുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചും അത്യാവശ്യങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. കാരണം ഒന്നുകൂടി കനക്കാനാണ് സാധ്യത. എന്ത് തന്നെയായാലും കാരണം ഇപ്പോൾ ഏപ്രിൽ അവസാനത്തോടടുക്കുകയാണ്. വീണ്ടും മെയ് 15 വരെ ഈ ചൂട് നിലനിൽക്കും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരും അതേപോലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കും. നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറയുകയും നമ്മൾ ബോധരഹിതരാകാനുള്ള ഒക്കെ സാധ്യതയുണ്ട്. അപ്പം മക്കളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം നിരന്തരം കുടിച്ചുകൊണ്ടേയിരിക്കണം. വെള്ളം ആവശ്യത്തിൽ നമുക്ക് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അപ്പോൾ അത് കാരണം നമ്മുടെ കുട്ടികളൊന്നും അതിനൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല. രക്ഷിതാക്കളൊക്കെ അക്കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുകയും ഈ ചൂടിനെ എന്തായാലും അതായത് അദ്ദേഹം പറയുന്നത് കൃത്യമാണ്, ശ്രദ്ധിക്കണമെന്നുള്ള കാര്യമാണ്. പ്രവാസിയായിരുന്നു അദ്ദേഹം. അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ ഗൾഫ് രാജ്യത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചൂട് ഈ പറയും പോലെ ഇതിലും വലിയ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിലും ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച് കണക്കിലല്ല കാര്യം എന്നുള്ളത്.